ഞാനൊരു പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹിയിലുപരി 40-45 വർഷമായിട്ട് സിനിമ ചെയ്തുകൊണ്ടും അതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ടും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ മാറി തന്നെ മിസ്റ്റർ ലിസ്റ്റൻ സ്റ്റീഫൻ, അനിൽ തോമസ്, ഇതെല്ലാവരും തന്നെ അവരവരുടെ വിധത്തിലുള്ള സിനിമ സ്നേഹം കൊണ്ട് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ഷോക്കിക്കായിരുന്നു ഇതേമാതിരി ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ പറ്റി ഒരു തിരക്കഥാകൃത്തായ, എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ അറിയാം, നിഷാദ് കോയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. നാളെ ഇറങ്ങാൻ പോകുന്ന 1-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ്, അത് നിങ്ങൾ കണ്ടാൽ ബോധ്യമാകും എന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ലോങ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ഭാരവാഹികളായ ആന്റോ ജോസഫും, അതേമാതിരി തന്നെ രാകേഷും, അതേമാതിരി തന്നെ തുർക്കിയിൽ നിന്ന് സോഹൻ സീനിൻ്റെ അദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് മാറ്റി, ആ ഫേസ്ബുക്ക് മാറ്റി. പക്ഷെ ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ്ഡ് ആയത് ഇവരുടെയൊക്കെ ഇമേജാണ്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷറിലുപരി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന, ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഈ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സൈബർ എന്ന് പറയുന്ന ഒരു മിസ്യൂസിങ്. ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് മാറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് പബ്ലിക്കിലെത്തി, പല വിധത്തിലും ഷെയർ ചെയ്ത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന, ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ പോസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാവും. അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിച്ച ഉയരത്തിലെത്തേണ്ട സിനിമ എത്താതിരിക്കുകയും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് എത്താതിരിക്കുകയും പക്ഷേ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ആ സിനിമ അതിനെ ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റായിട്ട് കൂടുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ്. എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ചെയ്യും സിമിലാരിറ്റിയൊക്കെ ഇതൊരു പ്രൊഡ്യൂസറിൻ്റെ ബാധ്യതയല്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കും ചില സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ പറയുന്ന സജഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കഥ നമുക്ക് തന്നെ തോന്നുന്നു ഇത് മറ്റേ സിനിമയായിട്ട് സാമ്യമില്ലേ എന്ന് തോന്നുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമകളിലേക്ക് പോകും. അങ്ങനെ പല അനുഭവങ്ങളും ഈ സിനിമാ ലോകത്തുണ്ട്. പക്ഷേ ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും സമയമുണ്ട്. ഈ പറഞ്ഞ സിനിമ 165 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അത് ഇന്ത്യയിൽ, പാകിസ്ഥാനിലും, പഞ്ചാബിലും, ദുബായിലും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചു. അതിന് ഇത്രയും സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയത്ത് ഇദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് നിഷാദ്, പല മെമ്പേഴ്സിനെയും പരിചയമുള്ളവരാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ ആന്റോ ജോസഫിന് വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ്. എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങളോടൊക്കെ ഒന്ന് പരാതിപ്പെടാം. ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ ലിസ്റ്റൻ സ്റ്റീഫൻ. ഞങ്ങൾ വിളിച്ച് പറയും, ലിസ്റ്റിംഗ് അതൊന്ന് നമുക്ക് ഇതുവരെയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ചെവി അറിയാതെ കാര്യങ്ങൾ അവസാനിക്കേണ്ടത് നിന്ന് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് അവരുടെ കഥയാണോ മറ്റേ അത് പകർത്തിയതാണോ എന്താണെന്നൊക്കെ അവർക്ക് റൈറ്റേഴ്സ് തീരുമാനിക്കും. അത് ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യം ഒരു പ്രൊഡ്യൂസറുടെ പ്രോജക്റ്റിനെ ടാർണിഷ് ചെയ്ത് അത് നഷ്ടത്തിലാക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതൊരിക്കലും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല ഇഷ്യൂസിനെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് വരാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഡാമേജ്ഡ് ആക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ അത് പടം റിലീസിൻ്റെ തലേ ദിവസം പബ്ലിക്കായിട്ട് വരിക എന്നുള്ളത് ഒരിക്കലും
പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉദ്ദേശിച്ചത് ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. ആൻഡ് സെയിം ടൈം ഇതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഇനി ഈ സിനിമക്ക് വേണം. ഇനി ഇത് നാളെ അയാൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ കഥയാണ് ഇത് എന്നും പറഞ്ഞിട്ട് എൻ്റെ നേർക്ക് തിരിയും. അപ്പം അത് കാരണം ഇവിടെ ഇരിക്കുന്ന ഏത് കൂട്ടുകാർക്ക് വേണമെങ്കിലും അവർക്ക് ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പ്രവൃത്തി ദൂഷ്യമുള്ള ആൾക്കാരെ നമുക്ക് സിനിമയിൽ വേണോ വേണ്ടേ എന്നുള്ളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട്. ഞങ്ങളുടെ പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയുന്ന വേറെ കൊണ്ടല്ല, ഞങ്ങളുടെയൊക്കെ ഇനി വരാൻ പോകുന്ന തലമുറയുടെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഡിസ്ട്രിക്ട് ചീഫിലാണ് പോകുന്ന കുറേ പേര്. സന്ദീപ് ചെന്ന അദ്ദേഹം ട്രിവാൻഡ്രത്ത് പോയ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പം തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ആയിട്ടുള്ള ആക്ഷനിലേക്ക് ഞങ്ങൾ